ആരോ വന്നു നീ അകത്ത് പോ. Yes, come in. സുനന്ദയോ? കോളേജിൽ നിന്ന് വന്നു. ഇന്ന് ഇങ്ങോട്ട് വന്നത് നിങ്ങളെ ഒന്ന് കാണാൻ. നിങ്ങൾ എന്താ എന്റെ അച്ഛന്റെ ബില്ലിൽ ഒപ്പിടാത്തത്? അദ്ദേഹം നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? നിങ്ങൾ വിചാരിച്ചാലേ അച്ഛന് പണം കിട്ടൂ. കടം വീട്ടാൻ നോക്കൂ. ഞാൻ മാത്രമല്ല, നീയും വിചാരിക്കണം. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. മനസ്സിലായില്ല. നിനക്കെന്നെ ഒന്ന് സ്നേഹിച്ചുകൂടി? ഞാൻ എന്റെ കുഷ്ഠരോഗിയാണ്. അത് കാട്ടുപോയോ? ഓഹോ, ഇതാണോ കാര്യം? അതെന്താ അത്ര നിസ്സാരമാക്കി കളഞ്ഞത്? ഞാൻ ആശിച്ചതെല്ലാം ഇന്നവരെ സാധിച്ചിട്ടുണ്ട്. നീ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി. ഇപ്പൊ മനസ്സിലായി. നിന്റെ അച്ഛന്റെ ബില്ല് മാറണമെങ്കിൽ നിന്നെ എനിക്ക് കിട്ടണം. നീ എന്റെ കരണത്തടിച്ചു. ആ നൊമ്പരം ഇന്നും എന്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഒന്നുമല്ലെങ്കിൽ നീ സ്ത്രീയല്ലേ? അതെ, പക്ഷേ സ്ത്രീകളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്റെ അച്ഛനും ഞാനും റോഡിലിറങ്ങി തെണ്ടുമായിരിക്കും. എന്നാലും എന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് സ്വപ്നം കാണണ്ട. സുനന്ദേ, നിന്റെ അച്ഛന്റെ ജീവൻ ഇന്ന് എന്റെ കയ്യിലാണ്. അതെ, രണ്ടുപേർ കൊല്ലപ്പെട്ട ബോംബ് കേസിൽ ഒന്നാം പ്രതിയാണ് നിന്റെ അച്ഛൻ. ഞാൻ വിചാരിച്ചാൽ ഇന്ന് അയാളുടെ കയ്യിൽ വിലങ്ങ് വീഴും. നാളെ തൂക്കുമരത്തിൽ കയറും. ദാസ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? വിശ്വാസമില്ലേ? നിന്റെ അച്ഛൻ ബോംബ് കൊടുത്തയച്ച ആൾ ഇവിടെ ഉണ്ട്. നിന്റെ വേലക്കാരന്റെ ഭാര്യ പൊന്നമ്മ. നടന്നത് എന്താണെന്ന് നേരിട്ടവൾ നിന്നോട് പറയും. പൊന്നമ്മേ. അയ്യോ വേണ്ട, അവരെ വിളിക്കണ്ട. അപ്പോ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമുണ്ട് അല്ലേ? അല്ലെങ്കിൽ നിന്റെ അച്ഛനോട് ഒന്ന് ചോദിച്ചു നോക്ക്. വേണ്ട, ആരോടും ചോദിക്കണ്ട. ദയവായി അങ്ങ് എന്റെ അച്ഛനെ രക്ഷിക്കണം. അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അതിന് പ്രതിഫലമായി എന്റെ ഈ ശരീരം മതിയെങ്കിൽ എടുത്തോളൂ. ഒരു നിമിഷത്തേക്ക് മാത്രമായി എനിക്കതെന്തിന്? കിട്ടുന്നെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ എനിക്കത് വേണം. യെസ്, ഐ വാണ്ട് ടു മാരി യു. നീ എന്റെ ഭാര്യയാകണം. വിഷമിക്കണ്ട, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. നീ പഠിച്ചവളല്ലേ? 2 ദിവസത്തിനകം മറുപടി പറഞ്ഞാൽ മതി. 48 hours. You understand? പോയിക്കോളൂ.